വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഉരുളക്കിഴങ്ങ് ബീഫ് മസാലയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മളിപ്പോൾ 1 കിലോ ബീഫ് നല്ലോണം കഴുകി അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വിസിലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുകയാണ്. അപ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പച്ചമുളക്, വറ്റൽമുളക്, സബോള ആൻഡ് 2 തക്കാളി മുഴുവൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തിരുമ്പി ഇതാക്കും. അപ്പോൾ ഉപ്പ്, ലേശം നമ്മുടെ നാരങ്ങയുടെ നീര്, പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് കൂട്ടി തിരുമ്പുക. തക്കാളിയൊക്കെ നല്ലോണം കൈകൊണ്ടൊന്ന് പിഴിഞ്ഞ് നല്ലോണം കൂട്ടി തിരുമ്പുക. അപ്പോൾ നല്ലോണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക്. അപ്പോൾ കരിവേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മളിതിപ്പോൾ അടച്ചു വെച്ച് ഒരു 5 വിസിലെടുത്തു. അതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാണ്. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പ്രഷർ ഇട്ട് കൊടുത്താൽ മതി. ആ പ്രഷറിൽ തന്നെ ഉരുളക്കിഴങ്ങ് നല്ലോണം ബോയിൽ ആയിക്കോളും. അപ്പോൾ നമ്മളിത് അടുത്ത പരിപാടിക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, നമ്മൾ കരിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി, ഇഞ്ചി ലേശം ചതച്ചതാണത്, അതൊന്ന് ഇട്ടിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ലേശം വറ്റൽമുളക് ഒരു ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ചെറിയ സബോളയില്ലേ, കൊച്ചുള്ളി നല്ല പോലെ വഴണ്ടി വരണം. ജസ്റ്റ് ഒരു ഫ്രൈ ആയ ഒരു ടൈപ്പിലൊക്കെ നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം മിനിമം ഒരു 2-3 മിനിറ്റെങ്കിലും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിനിമം ഒരു മിനിറ്റെങ്കിലും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അത് നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിത് നല്ലോണം വഴണ്ടി വന്നു, ഇനി തക്കാളി ആഡ് ചെയ്യണം. അപ്പോൾ ഇത് തക്കാളി ആഡ് ചെയ്തു. തക്കാളി ആഡ് ചെയ്തിട്ട് നല്ല പോലെ തക്കാളി നല്ലോണം ഫൈൻ പേസ്റ്റ് പോലെ ആവില്ലേ, അതുപോലെ നല്ലോണം വഴറ്റിയെടുക്കണം. അത് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ ഇവിടെ മസാലകൾ ആഡ് ചെയ്യാണ്. മട്ടൻ മസാലയാണ് ആഡ് ചെയ്തത്, മുളകും പൊടി, മല്ലിപ്പൊടി ആൻഡ് കാശ്മീരി ചില്ലി പൗഡർ. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് മിനിറ്റ് കുക്ക് നമ്മൾ ഒരു 2 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഈ മസാലകളുടെ റോ സ്മെൽ വി നീഡ് ടു റിമൂവ് ദാറ്റ്. അതൊന്ന് നല്ലോണം കഴുകണം. അതൊക്കെ നല്ലോണം മാറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിരുന്ന ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് അടിപൊളി ഉരുളക്കിഴങ്ങ് ബീഫ് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഞാനൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കാൻ പോവാണ്. ഇങ്ങനെയുണ്ടെന്ന് നോക്കണ്ട. ആഹാ ഗായ്സ്, പൊള്ളി സാധനം, പൊള്ളി എന്ന് പറഞ്ഞ പൊള്ളി. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ ബീഫിൻ്റെ കഷ്ണം എടുത്ത് കഴിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ അതും കൂടി എടുത്ത് നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ വായിൽ വെള്ളം വന്നിട്ട് പാടില്ല. അപ്പോൾ ഇന്നത്തെ ഉരുളക്കിഴങ്ങ് ബീഫ് മസാല ഞങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. So hope you guys are enjoyed today's vlog. See you on next vlog. Till then, bye bye.